ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഉമ്മച്ചിക്കുട്ടീസ് വേൾഡ്. അപ്പോൾ നമ്മുടെ ഉമ്മച്ചിക്കുട്ടീസ് വേൾഡ് എന്നുള്ള യൂട്യൂബ് ചാനൽ 1K സബ്ബായിട്ടുണ്ട്. അപ്പോൾ അതിന് എല്ലാത്തിൻ്റെയും കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ വളരെയധികം താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇന്നലെ ഒരു മഗ്‌രിബ് സമയം ആകാറൊക്കെ ആയപ്പോഴാണ് 1K ആയെന്ന് ഞങ്ങൾ അറിയുന്നത്. പക്ഷേ ഇന്നലെ നോമ്പ് ആയതുകൊണ്ട് കേക്ക് അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കി വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നുണ്ടാക്കി വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നോമ്പെല്ലാം തുറന്നു കഴിഞ്ഞപ്പോൾ ഉമ്മച്ചി പറഞ്ഞു, നമുക്കെന്നാൽ ഇന്ന് കേക്ക് ഉണ്ടാക്കാം, എന്നിട്ട് നാളെ വീഡിയോ ഇടാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇന്നലെ രാത്രി ആ സമയത്ത് പെട്ടെന്നൊരു ബട്ടർ സ്കോച്ച് കേക്കൊക്കെ ഉണ്ടാക്കി. അങ്ങനെയൊക്കെ ഒരു 1K എന്നൊക്കെ ആയിട്ടുള്ളൊരു എഴുത്തൊക്കെ എഴുതി. അത്ര റെഡി ആയിട്ടൊന്നും ഇല്ല, യൂട്യൂബിൻ്റെ ചിഹ്നമൊക്കെ വരച്ചിട്ട് അത്ര റെഡി ആയിട്ടൊന്നും ഇല്ല. എനിക്ക് പണ്ട് മുതലേ ഇങ്ങനെ കേക്കിനകത്തൊക്കെ ഇങ്ങനെ പേര് എഴുതുക, പടം വരയ്ക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു കൈക്ക് വിറയ്ക്കുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ അത്ര റെഡി ആയിട്ട് വന്നില്ല, എന്നാലും ഒന്ന് ഒപ്പിച്ചൊക്കെ എടുത്തു. നമ്മളൊക്കെ അല്ലേ, ഒപ്പിക്കുന്നൊക്കെ മതി, നമുക്കൊക്കെ വലിയൊന്നും വേണ്ട. അപ്പോൾ ഇത് 2020 ഒരു മെയ് മാസത്തിലൊക്കെയാണ്, മെയ് ആണെന്ന് തോന്നുന്നു, അത്ര ഓർക്കുന്നില്ല. 2020 ആദ്യം ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ആ സമയത്ത് മൂത്ത ഇത്താടെ ഹസ്ബൻഡൊക്കെ ആയിരുന്നു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് ഇക്കാക്കാക്ക് അങ്ങ് അയച്ചു കൊടുക്കും. അപ്പോൾ ഇക്കാക്ക ഇങ്ങനെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അങ്ങനെ ചാനലിടും. അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾക്കും ഒന്ന് എഡിറ്റ് ചെയ്ത് പഠിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായി. മാത്രമല്ല ഇക്കാക്കാക്ക് ജോലിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങോട്ട് ശല്യപ്പെടുത്തണ്ടല്ലോ, ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് ഞങ്ങൾ തന്നെ അങ്ങ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാം അങ്ങനെ എന്നൊക്കെ വിചാരിച്ചു. അപ്പം അങ്ങനെ ഞങ്ങൾ ഇത്താടെ ഫോണിൽ ചാനലൊക്കെ ആക്കി തന്നു. പിന്നെ ഞങ്ങൾ എഡിറ്റ് ചെയ്യാൻ പതിയെ തുടങ്ങി. ആദ്യമൊക്കെ ലാപ്ടോപ്പിലായിരുന്നു എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ലാപ്ടോപ്പിൽ അത്ര വശം കിട്ടുന്നില്ല. പിന്നെ അത് മാറി ഫോണിലാക്കി. ഇൻഷോട്ട്, യൂക്കട്ട്, ഇങ്ങനെ ഓരോരോ ആപ്പിലോട്ടൊക്കെ തന്നെ അങ്ങ് മാറിപ്പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു. അന്നൊക്കെ 1 സബ്സ്ക്രൈബ് 2 സബ്സ്ക്രൈബ് അങ്ങനെയൊക്കെ കൂടുമ്പോൾ ഒരു വലിയൊരു സന്തോഷമായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ചാനലിലോട്ടുള്ളൊരു താല്പര്യം എനിക്ക് പതിയെ കുറഞ്ഞു വന്നു. പക്ഷേ ഇത്താമാർക്കൊന്നും കുറഞ്ഞിട്ടില്ല. 2 ഇത്താമാരൊക്കെ പറഞ്ഞു, നിൻ്റെ നിർബന്ധത്തിനല്ല തുടങ്ങി, അങ്ങനെ ഇങ്ങനെ നീ എന്തിനാ അങ്ങനെയൊക്കെ ആകുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങനെ ചില സമയത്ത് അങ്ങനെ വരുമ്പോൾ അടിയൊക്കെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അന്ന് എത്തിയില്ല. പിന്നെ വീണ്ടും തുടർന്നു. എൻ്റെ ഇത്താമാരായിട്ടോ കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത് ചാനൽ, അവരായിരുന്നു കൂടുതൽ ആക്റ്റീവായത്. ഇപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിലും കൂടുതൽ ഈ ചാനൽ ഇട്ടിരിക്കുന്നത് കുക്കിങ്ങിൻ്റെയൊക്കെയാണ്. അപ്പം ഇത്താമാരൊക്കെയാണ് കുക്കിങ്ങിൻ്റെയൊക്കെ ചെയ്യുന്നത്. ഞാൻ പിന്നെ കേക്കിൻ്റെയും ക്രാഫ്റ്റിൻ്റെയൊക്കെ മെഹന്തിയുടെയൊക്കെ വരത്തുള്ളൂ. കേക്കും ക്രാഫ്റ്റും മെഹന്തിയും അങ്ങനെ ഇടാറില്ല. പിന്നെ എൻ്റെ വോയിസേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരുപാടൊന്നുമില്ല. ഇത്തമാരൊക്കെ എടുക്കുന്നു. പിന്നെ ഇടയ്ക്ക് ഉമ്മച്ചിയൊക്കെ സഹായിക്കും. അങ്ങനെയൊക്കെ വന്നു. അങ്ങനെ 2020 തുടങ്ങിയ ചാനൽ 2024 ആയപ്പോൾ 4 വർഷത്തിന് ശേഷം, 4 വർഷം ആകുന്നു, 2024 ആയപ്പോൾ 1K അടിച്ചു. ഇപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും ആയത്. പിന്നെ അതുപോലെ തന്നെ എന്നാ പറയേണ്ടതെന്ന് അറിയത്തില്ല, ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നലെ കേക്ക് ഉണ്ടാക്കി, ഇന്നത് മുറിച്ചു. വാപ്പച്ചിയാണ് മുറിച്ചത്. വാപ്പച്ചിനെ കൊണ്ട് തന്നെ മുറിപ്പിച്ചു. വാപ്പച്ചി ചേച്ചി പറഞ്ഞു കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇങ്ങനെ സന്തോഷമൊക്കെ ആയി. അപ്പോൾ നിങ്ങൾ ഇത്രയും നാളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത പോലെ വീണ്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.